ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഡെസേർട്ട് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ബ്രെഡ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡെസേർട്ടാണ്. അപ്പോൾ ഈ ഒരു ബ്രെഡ് പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. 2 കപ്പ് പാല് വേണം. 1/2 കപ്പ് മിൽക്ക് മെയ്ഡ്, 1/4 കപ്പ് വെള്ളം, 1/4 കപ്പ് പഞ്ചസാര. ഇത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ടാണ്. നെയ്യ് വേണം. 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1 നുള്ളു മഞ്ഞൾപ്പൊടിയും വേണം. മഞ്ഞൾപ്പൊടി 1 നുള്ളു മതി. പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് പിസ്ത പൊടിച്ചതും വേണം. അപ്പോൾ ഫസ്റ്റ് ഈ ബ്രെഡിന്റെ 4 സൈഡ്സും ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാൻ വെച്ച് അതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് നന്നായിട്ട് തിളക്കണം. പാല് തിളക്കുമ്പോഴേക്കും ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു സോസ് പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വരണം. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇത് 2-3 മിനിറ്റ് നന്നായിട്ട് തിളക്കണം. ഇപ്പോൾ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പാല് നന്നായിട്ട് കുറുകി വരണം. കുറച്ച് തിക്കായിട്ട് വരണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ മുകളിൽ വരുന്ന ക്രീമൊക്കെ സൈഡിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വറ്റിച്ചെടുക്കാം. ഇതിലേക്ക് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അധികം ചേർക്കരുത്, 1 നുള്ള് മതി. കളറിന് വേണ്ടിയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. കുറച്ച് ടൈം എടുക്കും നന്നായിട്ട് കുറുകി കിട്ടാൻ. അപ്പോൾ ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ പാല് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ആവണം. ഇനി ഇതിൻ്റെ സൈഡിലുള്ള ക്രീമൊക്കെ നന്നായിട്ട് പാലിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആവേണ്ടത്. ഇനി ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഓയിലായാലും മതി, നെയ്യിൽ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഇപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ പീസ് ബ്രെഡ് ഇട്ട് കൊടുക്കാം. ഇതൊരു നല്ല ബ്രൗൺ കളർ ആവണം. ഈ ഒരു കളർ ആവണം. ഇനി എല്ലാ പീസ് ബ്രെഡും നേരത്തെ റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പിൽ ഒന്ന് മുക്കിയെടുക്കാം. ഇനി ഇത് സെർവ് ചെയ്യാം. നേരത്തെ റെഡിയാക്കി വെച്ച മിൽക്കിന്റെ മിക്സ് ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ മുകളിലേക്ക് ഓരോ പീസ് ബ്രെഡ് വെച്ചു കൊടുക്കാം. ഇതിന്റെ മുകളിൽ കുറച്ച് പിസ്ത പൊടിച്ചത് വെച്ച് ഗാർണിഷ് ചെയ്യാം. വേണമെങ്കിൽ ഇതിന്റെ മുകളിലും കുറച്ച് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു പുഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നവരെ ബൈ.